പാലക്കാട്ടെ മദ്യനിർമ്മാണശാല ഒയാസിസിന് വെള്ളം നൽകാൻ CPIM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് തീരുമാനിച്ചു. വാളയാർ കോരയാർ പുഴകളിൽ നിന്നും വെള്ളമെടുക്കാൻ പഞ്ചായത്ത് അനുമതി കൊടുത്തു. കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിനാണ് വെള്ളം നൽകുക. CPIMന്റെ ഏരിയ കമ്മിറ്റി ഒരു ഗൂഢാലോചന നടത്തി. അത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിന്റെ അളിയനാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് കേരളത്തിൽ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. അത് അവിടെ കമ്പനിക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നതിനെതിരെ തടയുകയും കായികവുമായിട്ടും തടയുകയും ചെയ്യുക. ഇവിടെ കമ്പനികളിലെ അജണ്ടകളിൽ ഉൾപ്പെടുത്താതെ കത്തുകളും തപാലും എന്ന വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ നിയമവിരുദ്ധമായി ഈ അജണ്ട പാസ്സാക്കി എടുത്ത് കമ്പനിക്ക് അനുകൂലമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കൃത്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്നലെ ഹാജരായ ഇതിൽ 2 സ്വതന്ത്ര മെമ്പർമാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇത് പാസ്സാക്കിയത്. ആ സ്വതന്ത്ര മെമ്പർമാർക്കും കൂടി ഇതിൽ പങ്കുണ്ടെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് തത്സമയം ചേരുകയാണ്. പറയൂ ഷംന. ഈ നിർദ്ദിഷ്ട മദ്യ കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലടക്കം ഇന്നലെ ഈ ഭരണസമിതി യോഗം ചർച്ച ചെയ്യാനിരിക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്നലെ എലപ്പുള്ളിയിൽ നടന്നത്. ഈ യോഗം തടസ്സപ്പെടുത്താൻ CPM അംഗങ്ങളാണ് വലിയ രീതിയിലുള്ള ഒരു ഉപരോധവുമായി രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഈ CPM തന്നെ ഭരിക്കുന്ന മറ്റൊരു പഞ്ചായത്ത് ഇപ്പോൾ ഈ മദ്യ കമ്പനിക്ക് വെള്ളം നൽകുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. വാളയാർ കോരയാർ പുഴകളിൽ നിന്നും വെള്ളമെടുക്കാനാണ് ഇപ്പോൾ ഈ പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് കൃത്യമായ ഒരു നടപടിയിലൂടെയല്ല ഈ അനുമതി നൽകിയത്. മറിച്ച് അജണ്ടയിൽ പോലും വെക്കാതെ ഈ കത്തെന്ന വിഷയത്തിൽ മാത്രമാണ് ഇത് നടപടിയെടുത്തത്. ഇത് മറ്റ് പ്രതിപക്ഷങ്ങളുമായി ചർച്ച ചെയ്യുകയോ അത്തരം ഒരു യോഗത്തിൽ വെക്കുകയോ അജണ്ട പാസ്സാക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും ഈ മന്ത്രി MP രാജേഷിനെതിരെ കൂടി ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ട്. അത് ഈ മന്ത്രിയുടെ ഈ അളിയന്റെ സ്ഥലമാണ്, അതുകൊണ്ട് കൂടിയാണ് ഈ സ്ഥലത്ത് മാത്രം വരുന്നത് മദ്യക്കമ്പനി വരുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ എലപ്പുള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ ഭാഗത്ത് നിന്ന്, CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മറ്റംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കുന്നതും. ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെയും നിർദ്ദിഷ്ട മദ്യ കമ്പനിക്കെതിരെയും ഹൈക്കോടതിയിൽ പോകുന്ന കാര്യങ്ങളടക്കം ഇന്ന് എലപ്പുള്ളിയിൽ ചേരുന്ന ഭരണസമിതി യോഗം ചർച്ചയാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.